അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദല്ലേ ഉസ്താദ്, സംശയം ഇപ്പോൾ നമ്മൾ ഈ യാത്ര പോകുന്നതിനെ പറ്റിയിട്ടാണ്. യാത്ര പോകുന്നത് എല്ലാവരും പറയുന്നത് വ്യാഴാഴ്ച ദിവസമാണ് ഏറ്റവും നല്ലത്, വ്യാഴാഴ്ച ദിവസമാണ് സുന്നത്ത്. നബിതങ്ങൾ ഏറ്റവും കൂടുതൽ യാത്ര പോകാൻ തിരഞ്ഞെടുത്ത ദിവസം വ്യാഴാഴ്ച ആയിരുന്നു എന്നൊക്കെ പറയണ്ടല്ലോ. എന്തുകൊണ്ടായിരിക്കും നബിതങ്ങൾ അങ്ങനെ വ്യാഴാഴ്ച തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഈ വ്യാഴാഴ്ചയും യാത്രയും തമ്മിൽ എന്താ ബന്ധം? അങ്ങനെ വല്ല ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ ഉസ്താദ് ഇൻഷാ അള്ളാ അതിനെ പറ്റിയിട്ടൊന്ന് ചെറുതായി വിശദീകരിക്കും. യാത്രയും വ്യാഴാഴ്ചയും തമ്മിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്ര എടുത്തു നോക്കുമ്പം ഏറെക്കുറെ യാത്രകളും വന്നിട്ടുണ്ടാവുക വ്യാഴാഴ്ച ദിവസങ്ങളാണ് എന്ന് വ്യക്തമായിക്കൊണ്ട് മുഹദ്ദിസീങ്ങളൊക്കെ പറയുന്നുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞ ഹദീസുകൾ ധാരാളം വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്ര ഏറെക്കുറെ വ്യാഴാഴ്ച ദിവസങ്ങളിലായിരുന്നു എന്ന് എത്രയോ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇപ്പം മഹാനായ ഇമാം അബൂദാവൂദ് റഹിമഹുല്ല അവിടുത്തെ സുന്ന അബൂദാവൂദിൽ അങ്ങനത്തെ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. സുന്ന അബൂദാവൂദിൻ്റെ 415 പേജിലായിട്ട് 2605 ഹദീസ് കണ്ടോ. കല്ലമാക്കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റുജു ഫീ സഫരിൻ ഇല്ലാ യൗമുൽ ഖമീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്ര എടുത്ത് നോക്കുമ്പം വളരെ കുറവാണ് വ്യാഴാഴ്ച അല്ലാത്ത ദിവസങ്ങൾ യാത്ര നബിതങ്ങൾ പോകല്. അപ്പോൾ ഏറെക്കുറെ യാത്രകളും റസൂലുള്ളാഹിൻ്റെത് വ്യാഴാഴ്ച തന്നെയായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് വിശദീകരിച്ചു കൊടുത്ത് മുഹദ്ദിസീങ്ങളൊക്കെ പറഞ്ഞു, പരമാവധി യാത്രകൾ വ്യാഴാഴ്ച ആവൽ അത് സുന്നത്ത് തന്നെയാണ് എന്ന് ഈ ഹദീസ് കൊണ്ട് വ്യക്തമായിക്കൊണ്ട് മനസ്സിലാകും എന്ന് അബൂദാവൂദ് വിശദീകരിച്ചു. ഇബ്നു റസ്ലാൻ റഹിമഹുല്ല ഷർഹ് സുന്ന അബൂദാവൂദിൽ അവിടെയൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വ്യാഴാഴ്ച ദിവസങ്ങളിൽ യാത്രയാവൽ സുന്നത്ത് തന്നെയാണ് എന്നുള്ളത്. ഇതിൻ്റെ 11-ാം വാള്യം 323 പേജിലായിട്ട് കണ്ടോ. ഫീഹി ഇസ്തിഹ്ബാബു ബിത്തിദാഇ സഫരി വൽ ഖുറൂജി ഇലൈഹി. ഒരു യാത്ര അത് വ്യാഴാഴ്ചയാവൽ അത് സുന്നത്ത് തന്നെയാണ് എന്നുള്ളത്. എന്നാൽ എല്ലാ ആളുകൾക്കും അങ്ങനെ വ്യാഴാഴ്ച തന്നെ യാത്ര പോവൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. കാരണം പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ ലീവിന് വേണ്ടി വരും, അതുപോലെ തന്നെ അവിടുന്ന് ലീവിന് വേണ്ടി ഇങ്ങോട്ട് വരും, ഇവിടുന്ന് ലീവ് കഴിഞ്ഞ് അങ്ങോട്ട് പോകും, അങ്ങനെയൊക്കെ ആവും. അപ്പോൾ ആ സമയത്ത് കമ്പനി ടിക്കറ്റ് എടുത്തു കൊടുത്തുണ്ടാകും, അതുപോലെ തന്നെ ടിക്കറ്റിൻ്റെ റേറ്റ് അങ്ങനെ ഇങ്ങനെ അതൊക്കെ നോക്കിയിട്ടനുസരിച്ച് കൊണ്ടൊക്കെ എടുക്കും. അപ്പോൾ ഒരു വ്യാഴാഴ്ച തന്നെ ആകാൻ പറ്റൂല. അതുകൊണ്ടാണ് പരമാവധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്ര ഇങ്ങനെ എന്തെങ്കിലും മാനികളൊക്കെ ഉണ്ടെങ്കിൽ, കാരണങ്ങൾ ഉണ്ടെങ്കിൽ അല്ലാത്ത ദിവസങ്ങൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയൊക്കെ വരാറുണ്ട് എന്ന് ഈ ഹദീസ് ബുഖാരിയിലും പലയിടത്തും ഉള്ളതാണ്. ആ ഹദീസ് വിശദീകരിച്ചു കൊടുത്ത് ബുഖാരി വിശദീകരിച്ചു കൊടുത്ത് സാബൂനിയൊക്കെ ഷറഹുൽ മുയ്സിറൊക്കെ പറയുന്നുണ്ട്. ഏറെക്കുറെ അങ്ങനെയാണ്, കാരണങ്ങളൊക്കെ ഉണ്ടാകുമ്പം അല്ലാത്ത ദിവസങ്ങളും ഉണ്ടാകും എന്നുള്ളത്. ഷറഹുൽ മുയ്സിറിൻ്റെ 3-ാം വാള്യം ഇതിൻ്റെ 495 പേജിലായിട്ട് ഉണ്ടോ. കാന യുഹിബ്ബുൽ ഖുറൂജ ലിസ്സഫരി യൗമുൽ ഖമീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പോവുകയാണ് എന്നുണ്ടെങ്കിൽ നബി തങ്ങൾക്ക് ഇഷ്ടം വ്യാഴാഴ്ച ദിവസമാണ്. അപ്പോൾ റസൂലുള്ളാഹി ഇഷ്ടം വെക്കൽ വ്യാഴാഴ്ച ദിവസം തന്നെയാണ്. എങ്ങനെ ഇല്ലാ ഇദാ മനഅഹു മാനിയനോ, ഒരു വിരോധന വന്നിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും കാരണങ്ങളില്ലെങ്കിൽ. ഇപ്പം എല്ലാ സമയത്തും അതേ സമയത്ത് പോകാൻ പറ്റൂല. എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ അല്ലാത്ത ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറ്റിപ്പിടിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഏറെക്കുറെ നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആ ദിവസം തന്നെ എന്ന് പറഞ്ഞാൽ ചിത്താന്തം പിടിക്കാനൊന്നും പറ്റൂല. നേരെ മറിച്ച് പരമാവധി പറ്റുമെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പോൾ ഏത് ദിവസം പോയാൽ മതി നമുക്ക്, അപ്പോൾ അത് വ്യാഴാഴ്ച ആവാം, അതുപോലെ അല്ലാത്ത ദിവസമാകാം. എന്നാൽ പരമാവധി അത് വ്യാഴാഴ്ച തന്നെ തിരഞ്ഞെടുക്കുക. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഈ വ്യാഴാഴ്ച തന്നെ ആയി കിട്ടിയാൽ ഈ യാത്രയിൽ നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ട്, അതുപോലത്തെ സംരക്ഷണങ്ങൾ കിട്ടാനുണ്ട്. വ്യാഴവും യാത്രയും തമ്മിൽ നല്ല ബന്ധമുണ്ട് എന്ന് ഇപ്പം ഈ ഹദീസ് എൻ്റെ മിഷ്കാത്തിലുണ്ട്. ഇമാം തബരീസി റഹിമഹുല്ല അവിടുത്തെ മിഷ്കാത്തിലൊക്കെ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം മിഷ്കാത്ത് വിശദീകരിച്ചിട്ടുണ്ട് മഹാനായ ഇമാം ത്വീബി റഹിമഹുല്ല. അതായത് ഇമാം തബരീസി റഹിമഹുല്ല തങ്ങളുടെ ഉസ്താദ് തന്നെയാണ് ത്വീബി.
തീബി തന്നെ ശിഷ്യരാകുന്ന ശിഷ്യർക്ക് എന്തായിട്ടുണ്ട്, ആ പറയുന്ന മിഷ്കാത്തിനിക്ക് എൻ്റെ ഷറഹിൻ്റെ കിതാബ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഷറഹു തീബി ഏകദേശം 10-12 ഒക്കെ വള്ളത്തിലായിക്കൊണ്ട്. അപ്പോൾ ഇതിൽ അതിൻ്റെ കാരണങ്ങൾ ഓരോന്നും ഒന്നല്ല, ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് ഷറഹു തീബിയിൽ. ഷറഹു തീബിയുടെ 7-ാം വാള്യം ഇതിൻ്റെ 394-ാമത്തെ പേജിലായിട്ട് ഉണ്ടോ, ഇഖ്തിയാറുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമുൽ ഖമീസ് ലിൽ ഖുറൂജി മുഹ്തമലുൻ ലിൽ വുജൂഹ് ഉണ്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രക്ക് വേണ്ടി വ്യാഴാഴ്ച തിരഞ്ഞെടുക്കാനുണ്ടാകുന്ന കാരണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്, 1-2 ഒന്നുമല്ല, ഒരുപാട് കാരണങ്ങൾ. ഒന്നാമതായിട്ട് പറയാനുള്ളത് അന്നഹു യൗമുൻ മുബാറക്കുൻ, ഒരു ബർക്കത്താക്കപ്പെട്ടൊരു ദിവസമാണ് ഈ പറയുന്ന വ്യാഴാഴ്ച ദിവസം. തുർഫഉ ഫീഹി അഅമാലുൽ ഇബാദി ഇലല്ലാഹി തആല, ഒരു അടിമയുടെ ആരാധനയും മറ്റുള്ള കാര്യങ്ങളും അവൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസം കൂടിയാണ് വ്യാഴാഴ്ച ദിവസം. അപ്പം അങ്ങനെ ദിവസം ആണ് വ്യാഴാഴ്ച. അപ്പം അതുകൊണ്ട് തന്നെ വഖദ് കാനത്ത് സഫറാത്തുഹു ലില്ലാഹി വഫില്ലാഹി ഇലല്ലാഹി ഉണ്ടോ. ഇപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ യാത്ര പോകുമ്പോൾ ഒക്കെ അള്ളാഹു താലയിലേക്ക് വേണ്ടിയിട്ടാണല്ലോ, എല്ലാം നല്ലതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒക്കെ അള്ളാഹുലേക്ക് വേണ്ടിയിട്ടാകുമ്പോൾ ആ ദിവസം തന്നെ ആകുമ്പോൾ പ്രവർത്തനങ്ങളൊക്കെ ഉയർത്തപ്പെടുന്നൊരു ദിവസം തന്നെ ആകുമ്പം അപ്പോൾ എല്ലാം അങ്ങനെ ഒത്ത് ഇണങ്ങി വരുമ്പോൾ നല്ലതല്ലേ. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം. മാത്രമല്ല ഫോഹിബു യുർഫഅ ലഹു ഫീഹി അമലുൻ സ്വാലിഹുൻ, അപ്പോൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടാൻ വേണ്ടി റസൂൽ ഇഷ്ടം വെക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റസൂൽ ആ ദിവസത്തെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഒരു കാരണം പറഞ്ഞത്. ഇനി രണ്ടാമതൊരു കാരണം പറയുകയാണെങ്കിൽ അന്നഹു അത്തമ്മു അയ്യാമിൽ ഉസ്ബു യാദത, എണ്ണങ്ങളെ കൊണ്ട് പൂർത്തീകരണം നോക്കുകയാണെങ്കിൽ വ്യാഴാഴ്ചയല്ലേ. കാരണം ഇപ്പം ഞായർ, തിങ്കൾ, അഹദീസിനെ ഇനി സലാത്ത് അർബാ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവസാനം ഖമീസ്, പിന്നെ യോമുൽ ജുമാ, പിന്നെ അങ്ങനെ വേറെ പോണത്. അപ്പോൾ എൻ്റെ യോമുൽ ഖമീസ് എന്ന് പറഞ്ഞാൽ ഖമീസ് എന്ന് പറയുമ്പോൾ വ്യാഴാഴ്ച ദിവസം എന്നല്ലേ. അപ്പോൾ ആയതുകൊണ്ട് തന്നെ അതൊരു എണ്ണം കൊണ്ട് പൂർത്തിയാകുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ആ ഒരു കാരണം അവിടെ വരുന്നുണ്ട്. ഇനി മാത്രമല്ല മൂന്നാമതായിട്ട് ഒരു കാരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അന്നഹു കാന യതഫാഅലു ബിൽ ഖമീസ് ഫി ഖുറൂജിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലക്ഷണം നോക്കിയിട്ടാണ്, ശുഭലക്ഷണം നോക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത് നോക്കുമ്പോൾ ആ ദിവസത്തിന് വല്ലാത്തൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് അങ്ങനെ ആ ഒരു ദിവസത്തിനൊക്കെ പ്രാധാന്യം കൊടുത്ത് അങ്ങനെയും ആവാം. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ ഏതൊരു പ്രവർത്തനം നടത്തുകയാണെങ്കിലും ഏറെക്കുറെ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ തുടങ്ങിയിട്ട് മാത്രമല്ല വൽ ഖമീസ് എന്ന് പറയുമ്പം അൽ ജയ്ഷു, സൈന്യം എന്നുള്ള അർത്ഥം ഖമീസിനൊക്കെയുണ്ട്. ഒരു സൈന്യത്തിൻ്റെ ഒരു പ്രാധാന്യം എടുത്ത് നോക്കുമ്പം ഒരു 5 സംഘങ്ങളായിട്ടാണ് ഇവർ പുറപ്പെടുക. അൽ മുഖദ്ദിമത്തു വൽ ഖലമു വൽ മൈമനത്തു വൽ മൈസറത്തു വസാഖത്തു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ 1, 2, 3 അല്ല, ഒരുപാട് കാര്യങ്ങൾ അവസാനമായിട്ട് പറയാണ് ഫയറ ഫീ ദാലിക മിനൽ ഫഇലിൽ ഹസനി ഹിഫ്ളല്ലാഹി ലഹു വഇഹാത്തതു ജുനൂദിഹി ബിഹി ഹിഫ്ളൻ വഹിമായത്തൻ കണ്ടോ. നബി സല്ലല്ലാഹു അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സംരക്ഷണം, അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ, അതൊക്കെ കാവൽ, അതൊക്കെ ഈ ദിവസത്തിൽ കൂടുന്നുണ്ട്. അങ്ങനെ എല്ലാ കാരണങ്ങളും നോക്കിയിട്ട്, ഒരുപാട് കാരണങ്ങൾ നോക്കിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യാഴാഴ്ച ദിവസത്തിൽ യാത്രയാക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചത്. അപ്പോൾ വ്യാഴാഴ്ചയും യാത്രയും തമ്മിൽ ബന്ധം നല്ലോണം ഉണ്ട് എന്നുള്ളത്. ഈ ഒരു കാരണം ഒരുപാട് മുഹദ്ദിസീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മിഷ്കാത്ത് വിശദീകരിച്ചുകൊണ്ട് തന്നെ മുല്ലാലിൽ ഖാരി തങ്ങൾ അടുത്ത് മിർക്കാത്തുൽ ഇതേ കാരണം പറയുന്നുണ്ട്. അങ്ങനെ വേറെയും ഒരുപാട് കാരണങ്ങൾ ഇമാം മുനാവി റളിയല്ലാഹു അൻഹു സുയൂത്തി ഇമാമിൻ്റെ ജാമി സഗീർ വിശദീകരിച്ചിട്ട് ഫൈദുൽ ഖദീറിലും അതുപോലെ തന്നെ എൻ്റെ ഈ പറയുന്ന തൈസീറിലും അവിടെയൊക്കെ ഒരുപാട് വേറെയും ഒരുപാട് കാരണങ്ങളൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ പറ്റുമെങ്കിൽ, എല്ലാവർക്കും അത് പറ്റിക്കൊള്ളുന്നുണ്ടാകൂല, പറ്റുമെങ്കിൽ നമുക്ക് ഏത് ദിവസവും ആവാം യാത്ര. അങ്ങനെയൊക്കെ ആകുമ്പം ചിലപ്പോൾ മുൽത്തറായിക്കൊണ്ട് നിർബന്ധിത സാഹചര്യത്തിൽ നമ്മൾ പോകേണ്ട ദിവസങ്ങളുണ്ടാവും. അതൊന്നും ഇപ്പോൾ ചില വെള്ളിയാഴ്ച ദിവസങ്ങൾ വരെ നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ ആയതുകൊണ്ട് തന്നെ അതൊന്നും ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രൂപത്തിലായിരിക്കും. അങ്ങനെയൊന്നും അല്ല, പരമാവധി നമ്മളെ ഒരു ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏത് ദിവസവും ആവാം. ഇപ്പം നമുക്ക് നാളെ പോകണോ, മറ്റന്നാൾ പോകണോ, അതല്ല ഇന്ന് പോകണോ, അങ്ങനെയൊക്കെ പറഞ്ഞു വെക്കുമ്പം നമുക്ക് വ്യാഴാഴ്ച ആവാം. അതെന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയുള്ള തിരഞ്ഞെടുത്തത്. അങ്ങനെ പരമാവധി ആക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും, സുന്നത്തുമാണ്. മാത്രമല്ല നന്നായിരിക്കും. കാരണം എന്നാൽ നമുക്ക് ആ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അങ്ങനെയുള്ളൊരു കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്.